ഇഷ്ടനിറം കാവിയാണെന്ന് പറഞ്ഞതിന് ഇൻഫ്ലുവൻസർ പേളി മാണിക്കെതിരെ ഇടത് ജിഹാദി സൈബർ സംഘങ്ങളുടെ വിദ്വേഷ പ്രചാരണം. പേളിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യാനാണ് ജിഹാദികളുടെ ആഹ്വാനം. പാറ്റ സമരത്തിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികൾ അപകടത്തിലാകരുതെന്ന് പേളി മാണി സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. രേഷ്മ, പേളി ഇത്തരത്തിൽ ഒരു പോസ്റ്റിട്ടതിന് പിന്നാലെ ഇടത് ജിഹാദികളുടെ വലിയ ആക്രമണമാണ് കഴിഞ്ഞ 2-3 ദിവസമായി അവർ നേരിടുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, പേളി മാണി ഈ പാറ്റ സമരവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ സമരം അവസാനിപ്പിച്ച് ഈ വിദ്യാർത്ഥികൾ നേരെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. അപായ സൂചനകൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അതായത് വീട്ടിലേക്ക് മടങ്ങിപ്പോയി രക്ഷപ്പെടണം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു പോസ്റ്റായിരുന്നു പേളി മാണി ആദ്യഘട്ടത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇടത് ജിഹാദി ഗ്രൂപ്പുകളിൽ നിന്ന് വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം പേളി മാണിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം തൻ്റെ ഇഷ്ടനിറം കാവിയാണെന്നും ഈ ദേശീയ പതാകയിലെ കാവി നിറം താൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു സ്റ്റോറി ഇൻസ്റ്റഗ്രാമിലടക്കം പേളി പങ്കുവച്ചു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഒരു ആഹ്വാനം ഉണ്ടാകുന്നത്. ഇടത് ജിഹാദി സൈബർ ഗ്രൂപ്പുകളാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതായത് പേളി മാണിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ആഹ്വാനം ഉണ്ടായിരുന്നത്. പക്ഷേ പേളി മാണിക്ക് പിന്തുണയുമായിട്ട് ദേശീയവാദികളൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നീലിമ. അതായത് സാധാരണ രീതിയിൽ ഈ പാറ്റാ സമരത്തെ അനുകൂലിക്കുന്നവർക്ക് കയ്യടിയും അതിനെ എതിർക്കുന്നവർക്ക് മേൽ ഒരു അസഹിഷ്ണുതാ മനോഭാവവുമാണ് തുടർന്നു വരുന്നത്. അത് ഇടത് ജിഹാദി സൈബർ സംഘങ്ങളിൽ നിന്നാണ് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, പലപ്പോഴും ഇത്തരം സമരങ്ങളിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒക്കെ തന്നെ എതിരഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഇടത് ജിഹാദി ഗ്രൂപ്പുകൾ എന്തെങ്കിലും ആഹ്വാനം ചെയ്യുമ്പോൾ അതിനെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അസഹിഷ്ണുതാ മനോഭാവത്തോടുകൂടി അവർക്കെതിരെ ആക്രമണം നടത്തും, സൈബർ ഇടങ്ങളിൽ ആക്രമണം നടത്തും. പക്ഷേ മറ്റെന്തെങ്കിലും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെ ആരെങ്കിലും വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രകടനമായിട്ടായിരിക്കും വ്യാഖ്യാനിക്കുക. പക്ഷേ ഇവിടെ പേളി മാണിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം സൈബർ ഇടങ്ങളിൽ നിന്ന് ഉണ്ടായിട്ട് കൂടി ഇവിടുത്തെ സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നായകന്മാരൊന്നും തന്നെ ഒരു ഐക്യദാർഢ്യ പോസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകളോ ഒന്നും തന്നെ നിലപാടായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും പേളി മാണിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യണമെന്നുള്ള ഒരു ആഹ്വാനം ഉണ്ടായിട്ടുള്ളത് ഇടത് ജിഹാദി സൈബർ സംഘങ്ങളിൽ നിന്നുമാണ്. അവർ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് വിവിധ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും ദേശീയവാദികൾ പേളി മാണിക്കൊപ്പമാണ്, എല്ലാവിധ പിന്തുണയും പേളി മാണിക്ക് നൽകുന്നുണ്ടെന്നാണ് അത്തരക്കാർ പറയുന്നത്. നീലിമ. ശരി രേഷ്മ, ഇടത് ജിഹാദികളുടെ വലിയ ആക്രമണമാണ് പേളി മാണി നേരിടുന്നത്.